This is me, 35-year-old, married, and a father. Never a good husband to my wife or a good father to my son. Don't take me wrong. ഈ ഒരു ഫീലിംഗ് എൻ്റെ മൈൻഡിൽ വന്നിട്ട് കുറച്ച് നാളായി. പക്ഷെ ഇപ്പോൾ ഈ ഫീലിംഗ് വന്നത് ഞാൻ UK കണ്ടതിന് ശേഷമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലതും മിസ്സാക്കും. അതിലൊന്നാണ് ചില മോമെൻറ്റ്സ് ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ ബിസി സ്കെഡ്യൂൾസിൻ്റെ ഇടയിൽ മിസ്സായി പോകണം. അതിൻ്റെ ഓരോ പ്രത്യേകതരം പിക്ചർ ബൈ പിക്ചറൈസേഷൻ അന്ന് ഞാൻ UK കണ്ടത്. This literally opened my eyes and I started thinking about my present. Welcome back to Eco Trails. ഹായ്, എൻ്റെ പേര് വൈശാഖ്. ഈ വീഡിയോയുടെ നറേഷൻ ഞാനായിരിക്കും ചെയ്യുന്നത്. ഇന്ന് അയാബയിൽ നമ്മളുടെ അവസാനത്തെ ദിവസം. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണീറ്റു. UK ഐത്തോനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ കണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മൾ കുട്ടികൾ റെഡിയാവുമ്പം കാണിക്കുന്ന ഒരു ടാൻഡ്രമുണ്ട്. എങ്ങനെ UK അത് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഞാൻ കണ്ടു ഞെട്ടിപ്പോയത്. വളരെ കാമായിട്ടും വളരെ കമ്പോസ്ഡ് ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ -1 ഡിഗ്രി സെൽഷ്യസ് അടുപ്പിച്ച് തണുപ്പുണ്ട്. UK അത് ഭയങ്കര കാമായിട്ട് ഹാൻഡിൽ ചെയ്ത്. പിന്നെ UKയും ഐത്തരോട് കൂടെ ഞാനും കൂടി. ഈ പറയുന്ന വില്ലേജിലാകെ 2 പിള്ളേരേ ഉള്ളൂ. അതായത് സക്കുവിൻ്റെ അനിയനും. അപ്പോൾ ഈ കുട്ടിയെ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കാറ് വരുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മളൊരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവുമല്ലോ, ജപ്പാനിൽ ഒരു കൊച്ചിന് വേണ്ടി മാത്രം വരുന്ന ഒരു ട്രെയിനുണ്ട്, സ്കൂളിൽ പോകാൻ വേണ്ടി മാത്രം. ഒരു എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി എഡ്യൂക്കേഷന് കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഐത്തോവിനെ വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിൽ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നല്ല സെറീനായിട്ടുള്ള വ്യൂ. എവിടെ നോക്കിയാലും ഫ്രെയിംസ് ആയിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു ആ സ്ഥലം. Oh, this one. That one, this one, that one. Oh, And then that's one of my house. that okay. That one. And then അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. UK കോഫി കിട്ടുന്നു. യുക്കിയും യുക്കിയുടെ വൈഫ് എരിത്തോവും തമ്മിലൊരു ഡ്യൂട്ടി സ്പ്ലിറ്റുണ്ട്. രാവിലെ UK ആയിരിക്കും മോനെ റെഡിയാക്കുന്ന കാര്യങ്ങളും സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളും എല്ലാം എരിത്തോ, അതായത് UKയുടെ വൈഫ് വീട്ടിൽ ഡിന്നർ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും പതുക്കെ എണീറ്റ് തുടങ്ങി. UK ഒരു കാര്യം പറഞ്ഞത്, UK ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, കോവളത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ UKയുടെ പാഷനാണ് ട്രാവൽ എന്ന് പറയുന്നത്. പ്രൊഫഷനായിട്ട് എടുത്ത് ആൾക്കാരെ ഹോസ്റ്റ് ചെയ്ത് അങ്ങനെ സ്വന്തം പാഷനായ ട്രാവലിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റി. ഇപ്പോൾ ഏതാണ്ട് 5 പ്രോപ്പർട്ടിയോളം അയാബയിൽ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റിനെ UK ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്കാണ്. നമ്മുടെ പാഷൻ എന്താണെന്ന് വെച്ചാൽ ആ പാഷനെ നമ്മൾ പ്രൊഫഷനാക്കി എടുക്കുമ്പോൾ യു വിൽ ഫൈൻഡ് ട്രൂ പർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് ഹാപ്പിനെസ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ ജാപ്പനീസ് വേ ഓഫ് സിമ്പിൾ ലിവിങ് അതെല്ലാം ആ വീട്ടിലും കാണുന്നുണ്ട്. ചെറിയ കാര്യത്തിൽ സന്തോഷം കാണുന്ന ആ ഒരു റിഫ്ലക്ഷൻ അവരുടെ വീട്ടിൽ മാത്രമല്ല, അവരുടെ ലൈഫിലും കാണാം.
ഫൈനലി നമുക്ക് പോവാൻ സമയമായി. പക്ഷേ ഇവിടെ ഒരാൾക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ എന്ത് ചെയ്യുക, നമുക്ക് പോയേ പറ്റൂ. ഇതാണ് നമ്മൾ താമസിച്ച വീട്. ഇത് കണ്ടാൽ മനസ്സിലാവും അവർ എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ എഫിഷ്യൻ്റ്ലിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇതേപോലത്തെ സ്ലൈഡിങ് ഡോഴ്സാണ്, പേപ്പർ കവേർഡാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ യുക്കിയുടെ ഫാമിലിയും ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് തീർന്നു. പിന്നെ നമ്മൾ ഐത്തോടെ സ്കൂളിലെത്തി. അവിടെ ടീച്ചറിനോട് റിക്വസ്റ്റ് ചെയ്ത് യുക്കി ഐത്തോടെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിൽ വേറെ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് യുക്കി നമ്മളൊരു കമ്മ്യൂണിറ്റി ബേക്കറിയിൽ കൊണ്ടുപോയി. ഈ ബേക്കറി ഡൗൺ സിൻഡ്രോം, ഓട്ടിസം അവർ നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി ബേക്കറിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ കേക്ക്. അങ്ങനെ നമ്മളത് കഴിച്ചു, ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് കഴിച്ചു. അപ്പോഴത്തേക്ക് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ബസ് വരാൻ ഏതാണ്ട് സമയമായി. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ 101 കറക്റ്റ് 101 ആയപ്പോൾ ബസ് വന്നു. അങ്ങനെ യുക്കി ആൻഡ് ഫാമിലിയോട് ബൈ പറഞ്ഞു നമ്മൾ ക്യോത്തോയിലോട്ടുള്ള യാത്ര തുടങ്ങി. ആ ബസ് കയറുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് ഒരുപാട് മെമ്മറീസും ഒരുപാട് ലൈഫ് ലെസൺസുമാണ്. എനിക്കറിയില്ല ഇതെൻ്റെ ലൈഫിൽ എനിക്ക് പ്രാക്ടിക്കലി ആഡ് ചെയ്യാൻ പറ്റുമില്ല എന്ന്. പക്ഷേ ലൈഫിനോടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് മാറ്റിയൊരു യാത്രയായിരുന്നു ഇത്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനി ഈ ചാനലിൽ വരും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.